തോട്ടഭാഗം ചാനാമറ്റത്തിൽ ഭഗവതി ക്ഷേത്രത്തിലെ തിരുവുത്സവവും പുനഃപ്രതിഷ്ഠാ ചടങ്ങുകളും മെയ് 3-4 തീയതികളിൽ. മെയ് 4 രാവിലെ നടക്കുന്ന ശ്രീ ഗണപതി ഭഗവാന്റെയും ശ്രീധർമ്മശാസ്താവിന്റെയും പുനഃപ്രതിഷ്ഠാ ചടങ്ങുകൾക്ക് ക്ഷേത്രം തന്ത്രി മുന്നൂലം ഹരി നമ്പൂതിരി, മേൽശാന്തി അഭിലാഷ് നമ്പൂതിരി എന്നിവർ മുഖ്യ കാർമ്മികത്വം വഹിക്കും. ഉത്സവാഘോഷ ചടങ്ങുകൾക്കുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായതായി ക്ഷേത്രം ഭാരവാഹികൾ. കേരള വിഷൻ എന്നും ജനങ്ങളോടൊപ്പം. പിറവം തോട്ടഭാഗം ചാഞ്ഞാമറ്റത്തിൽ ഭഗവതി ക്ഷേത്രത്തിലെ തിരുവുത്സവവും പുനഃപ്രതിഷ്ഠാ ചടങ്ങുകളും മെയ് 3-4 തീയതികളിൽ നടക്കും. മെയ് 3 രാവിലെ മഹാഗണപതി ഹോമം, തുടർന്ന് ഭഗവതിക്ക് നവകം, കലശാഭിഷേകം, ഉച്ചയ്ക്ക് 12 മണിക്ക് പ്രസാദഊട്ട്, വൈകിട്ട് ദേശതാലപ്പൊലി എന്നിവ നടക്കും. ചാഞ്ഞാമറ്റത്തിൽ പടിഞ്ഞാറെ കവലയിൽ നിന്ന് ആരംഭിക്കുന്ന ദേശതാലപ്പൊലി റോഡ് കടവു ചുറ്റി നടുറോഡ് വഴി ചാലാശ്ശേരി പാടി കൂടി ക്ഷേത്രത്തിൽ സമാപിക്കും. വൈകിട്ട് 6:30 ദീപാരാധന, 7 മണിക്ക് ആമേട വിഷ്ണു നമ്പൂതിരിയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ സർപ്പബലി, തുടർന്ന് ഗാന നൃത്തമഞ്ജരി. മെയ് 4 രാവിലെ മഹാഗണപതി ഹോമം, തുടർന്ന് വിവിധ പൂജകൾ. രാവിലെ 11-12 മധ്യേ ശ്രീ ഗണപതി ഭഗവാന്റെയും ശ്രീധർമ്മശാസ്താവിന്റെയും പുനഃപ്രതിഷ്ഠാ ചടങ്ങുകൾ ക്ഷേത്രം തന്ത്രി മുന്നൂലം ഹരി നമ്പൂതിരി, മേൽശാന്തി അഭിലാഷ് നമ്പൂതിരി എന്നിവരുടെ മുഖ്യ കാർമ്മികത്വത്തിൽ നടക്കും. വൈകിട്ട് ദീപാരാധന, അത്താഴപൂജ, 7:30 മുതൽ ഭുവനേശ്വരി പൂജ എന്നിവ നടക്കും. തിരുവുത്സവത്തിനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായതായി ഭാരവാഹികളായ KC ബാബു, KC സോമൻ, സുസ്മിത ബാബു എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. കൊല്ലവർഷം 1200 മേടം 20 അപ്പോൾ അതിൽ അന്നാണ് ഉത്സവം എന്ന് പറയുന്ന ദേവിയുടെ പിറന്നാൾ ദിവസമാണ്. അത് ശരിക്കും അന്ന് പ്രതിഷ്ഠ നടത്തിയിട്ടുള്ള ദിവസം ആണത്. അപ്പോൾ അന്ന് രാവിലെ 5:30 മഹാഗണപതി ഹോമത്തോട് കൂടിയിട്ട് നട തുറക്കും. പിന്നീട് കുറച്ച് വിശേഷാൽ പൂജകൾ നടക്കുന്നുണ്ട്. അത് നവകം, പഞ്ചഗവ്യം, അങ്ങനെയുള്ള ശുദ്ധിക്രിയകൾ, അങ്ങനെ അതെല്ലാ ഉത്സവങ്ങൾക്ക് നടക്കേണ്ടതാണ്. അതുകൂടാതെ കലശാഭിഷേകം എല്ലാ ഉത്സവങ്ങൾക്കും അല്ലെങ്കിൽ ദേവിയുടെ പിറന്നാൾ ദിവസങ്ങളിൽ കലശം കൊടുത്ത് കലശമാടേണ്ടതുണ്ട്. ആ കലശാഭിഷേകം നടക്കും. പിന്നെ നമുക്ക് അന്ന് വൈകിട്ട് 4:30 കൂടിയിട്ട് ദേശതാലപ്പൊലി നടത്തുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പുകൾ നടക്കുന്നുണ്ട്. ആദ്യമായിട്ടാണ് ഉത്സവവും അല്ലെങ്കിൽ ഈ താലപ്പൊലിയൊക്കെ വരുന്നത്. അപ്പോൾ അതിന് നമ്മൾ അതിൽ സഹകരിക്കാൻ താല്പര്യമുള്ളവരെല്ലാവരെയും ക്ഷണിക്കുന്നുണ്ട്. കുറേ അധികം ആൾക്കാർ പങ്കെടുക്കുമെന്നുള്ളതാണ് നമ്മുടെ വിശ്വാസം. ഇത് മനസ്സിലാക്കുന്നത് ഇതൊരു 500 വർഷം പഴക്കമുള്ള ക്ഷേത്രമാണെന്നാണ്. ഇതിനു മുമ്പ് ഇത് ക്ഷേത്രം ഉണ്ടായിരുന്നു. അപ്പോൾ ആരാധന നടത്തി ബ്രാഹ്മൺസ് ആചരിച്ചുകൊണ്ടിരുന്ന ഒരു ക്ഷേത്രമായിട്ടാണ് ഇത് കാണുന്നത്. അപ്പോൾ അതുകൊണ്ടോട് കൂടിയിട്ടാണ് ഇത് കുടുംബക്ഷേത്രം എന്നുള്ള ഒരു കൺസെപ്റ്റിൽ നിന്ന് മാറി ഇത് നാനാജാതി ആളുകൾക്ക് ദർശനം നടത്താനും ആരാധന അനുഷ്ഠാനങ്ങളും ചെയ്യാനുള്ള, അല്ലെങ്കിൽ ഹൈന്ദവ അനുഷ്ഠാനങ്ങളെ ആചാരങ്ങളെയും ക്ഷേത്ര സംബന്ധിച്ചുള്ള അനുഷ്ഠാനങ്ങളും അംഗീകരിക്കുന്ന അല്ലെങ്കിൽ വിശ്വസിക്കുന്ന ആളുകൾ എല്ലാ ആളുകൾക്കും, അതായത് ജാതി മത ഭേദം എന്നിവയുള്ള മുഴുവൻ ഭക്തജനങ്ങൾക്കും ആചരിക്കാനുള്ള ഒരു ക്ഷേത്രമായിട്ടാണ് നമ്മളിപ്പോൾ ഇതിനെ കാണുന്നത്. കാരണം അങ്ങനെയാണ് ദേവജ്ഞന്മാർ അഷ്ടമംഗല പ്രശ്നത്തിൽ പറഞ്ഞിരിക്കുന്നത്. ന്യൂസ് ബ്യൂറോ, ഐ വിഷൻ, പിറവം. IT രംഗത്ത് തൊഴിലുറപ്പാക്കാം കേരള വിഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയിലൂടെ. IT മേഖലയിൽ ഏറ്റവും കൂടുതൽ തൊഴിൽ സാധ്യതയുള്ള 3 മാസത്തെ CCNA നെറ്റ്വർക്കിംഗ് കോഴ്സിലൂടെ നിങ്ങൾക്കും മികച്ച ജോലി കണ്ടെത്താം. നിങ്ങളുടെ കരിയർ മികച്ചതാക്കാം. ISP സാങ്കേതിക പരിശീലനവും മികച്ച സാങ്കേതിക വിദഗ്ധരുടെ സേവനവും ആധുനിക സൗകര്യങ്ങളോട് കൂടിയ ലാബുകളും ഹോസ്റ്റൽ സൗകര്യങ്ങളും കഴിവുറ്റ വിദ്യാർത്ഥികൾക്ക് നൽകുന്ന 100% പ്ലേസ്മെന്റ് കേരള വിഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയെ വേറിട്ടതാക്കുന്നു. രാവിലെയോ വൈകിട്ടോ ഉള്ള ക്ലാസ് തിരഞ്ഞെടുത്ത് ഉടൻ തന്നെ നിങ്ങളുടെ സീറ്റ് ഉറപ്പാക്കൂ. കേരള വിഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി, നിയർ റെയിൽവേ സ്റ്റേഷൻ, പുതുക്കാട്.